പ്രിയമുള്ളവരെ, ഈ സമയത്ത് റസ്നകത്തോടെ നമ്മുടെ നെഞ്ചോട് രണ്ട് കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കാം. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയ ഷാലോം മിനിസ്ട്രി റസ്നകത്തോടെ കർത്താവിൻ്റെ കരങ്ങളൊന്ന് സമർപ്പിക്കാം. ഷാലോം വേൾഡിൻ്റെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഈ സമയത്ത് പ്രാർത്ഥനാപൂർവ്വം നമുക്കൊന്ന് സ്മരിക്കാം. ഷാലോം ടെലിവിഷനെയും ഷാലോം വേൾഡിനെയും ഷാലോമിൻ്റെ മാഗസിനെയും സൺഡേ ഷാലോമിനെയും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവമേ, ഈ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ അങ്ങ് തന്ന ഞങ്ങളുടെ മാധ്യമ ശുശ്രൂഷകളെ നീ ആശീർവദിക്കണമേ. ഈ 2025 പുതിയൊരു അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഈ ശുശ്രൂഷകളിലൂടെ ധാരാളം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുവാൻ, അനേക ഇരുളടഞ്ഞ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശമായി വചനത്തിൻ്റെ ചുരുൾ തുറന്നു വിടുവാൻ കർത്താവെ ഷാലോം മിനിസ്ട്രി അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അനുഗ്രഹിക്കണമേ നാഥ, അനുഗ്രഹിക്കണമേ. ചേർന്ന് പാടാം. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ നാഥ, അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, ഷാലോമിൻ്റെ ശുശ്രൂഷകൾ മുമ്പോട്ട് പോകുന്നത് കേരളത്തിലെ സാധാരണ വിശ്വാസികളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെയാണ്. ഷാലോം SBF കൂട്ടായ്മയിൽ അംഗങ്ങളായ ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥനയും പങ്കുവെക്കലുമാണ് ഈ സുവിശേഷ ശുശ്രൂഷയ്ക്ക് താങ്ങും തണലുമായി തീർന്നിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ SBF കൂട്ടായ്മയിലുള്ള എല്ലാ അംഗങ്ങളെയും സമർപ്പിക്കാം. അവിടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ദൈവത്തിന് മുമ്പിൽ ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ്. അവരൊരു പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ട് തകർന്നു പോയ ജീവിതങ്ങളുണ്ടാകാം, കുടുംബങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ രോഗപീഠയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. വരുമാന മാർഗം അടയ്ക്കപ്പെട്ടവരുണ്ടാകാം. മക്കളെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെക്കുറിച്ച് വ്യസനിച്ച് തളർന്നുപോയ ജീവിതങ്ങളുണ്ടാകാം. ഈ പ്രായമായ സമയത്ത് ഒരേകാന്തതയുടെ അനുഭവങ്ങളോടെ കടന്നു പോകുന്നവർ, ഉറ്റവരും ഉടയവരും ആരും സമീപത്തില്ലാതെ ഒരു ഏകാന്തതയും ഒറ്റപ്പെട്ട അനുഭവങ്ങളോടെ കടന്നു പോകുന്നവരുണ്ടാകാം. പ്രിയമുള്ളവരെ, അവരെല്ലാം ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി കരമുയർത്തിയ ദൈവമേ, സുവിശേഷത്തിന് വേണ്ടി ഉറച്ച തീരുമാനങ്ങളെടുത്ത ദൈവത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്ക കൂട്ടായ്മയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ തിരുസന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ, അവരെ നീ സന്ദർശിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെ നീ അവരെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരിൽ കവിയട്ടെ, അവരിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ചേർന്ന് പാടാം. നിറയട്ടെ, അവരിൽ കവിയട്ടെ, അവരിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ധാരാളം മക്കൾ ഈ ദിനങ്ങളിൽ ശലോമിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചിട്ടുണ്ട്. വാട്സപ്പിലൂടെയും ഇമെയിലൂടെയും കത്തുകളിലൂടെയും അവരുടെ റിക്വസ്റ്റുകൾ നമ്മുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ദൈവത്തിന് മുമ്പിൽ സ്നേഹപൂർവ്വം ഒന്ന് സമർപ്പിക്കാം, ഒന്ന് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കാം. ശാലോമിലേക്ക് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുവാൻ പോരുന്നു എന്നറിഞ്ഞപ്പോൾ മറ്റു ചിലരുടെ നിയോഗങ്ങൾ നിങ്ങളോട് പറഞ്ഞേൽപ്പിച്ചിട്ടില്ലേ? അവരെയും ഇപ്പോഴൊന്ന് ഓർക്കുക. ഒരുപക്ഷെ ശാലോമിലേക്ക് പ്രാർത്ഥന നിയോഗം അറിയിക്കാൻ പറ്റാതെ ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി, വലതുകരം ഒന്ന് ഉയർത്തി എല്ലാവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സാധിച്ചു തരുന്നൊരു ദൈവം നമുക്കുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദൈവമുണ്ട്. സങ്കടങ്ങൾക്കും മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ ദൈവമേ, കേൾക്കണേ
വസിക്കുന്ന നാട് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് സമർപ്പിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ ഒന്ന് ഓർക്കുക. ഈ നാളുകളിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ അത്ര സുഖകരമായിട്ടുള്ള കാഴ്ചകളല്ല. മരണത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തെ മുറുകെ പിടിക്കുന്നു. അക്രമത്തിൻ്റെ ഒരു തേർവാഴ്ച നമ്മുടെ സംസ്ഥാനങ്ങൾ, കലാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ ഇടയിൽ, കോളേജുകളിൽ, അതുപോലെ സമൂഹത്തിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എവിടെയും അക്രമത്തിൻ്റെ വാർത്തകൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ആധിപത്യം, യുവതലമുറയ്ക്ക് സുബോധം നഷ്ടപ്പെട്ട് അക്രമത്തിൻ്റെ വഴിയിലേക്ക് കടന്നുപോയിക്കൊണ്ടു. ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ ജീവിത കാലഘട്ടങ്ങൾ കേൾക്കാത്ത വാർത്തകൾ കേൾക്കുന്നു, കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അരാജകത്തിൻ്റെ അരൂപി നമ്മുടെ ദേശത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നു. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താമോ? ദൈവമേ, ഞങ്ങളുടെ നാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിനോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെ വിശുദ്ധീകരിക്കണമേ. യുവതലമുറയ്ക്ക് ഒരു മാനസാന്തരം നൽകണമേ. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെയും പൈശാചികതയുടെയും ആക്രമണത്തിൻ്റെ രൂപികളെ ഇവിടുന്ന് ബന്ധിക്കണമേ. ദൈവമേ, നിഷ്കാസനം ചെയ്യണമേ. നാടിനെ വിശുദ്ധീകരിക്കണമേ. ജനപദങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തലമുറയോട് കരുണ കാണിക്കണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ദേശത്തു വിടുതൽ നീ അയക്കണമേ. അടിമനുഖങ്ങളെ തകർക്കണമേ. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തു വിടുതൽ നീ അയക്കണമേ. അടിമനുഖങ്ങളെ തകർക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഇറങ്ങണം. ഇറങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ഹൃദയപൂർവ്വം ഒരുങ്ങാം. ജീവിക്കുന്ന ദൈവം നമ്മുടെ അടുത്തേക്ക് വരിക. സർവശക്തനും സർവാധിപനുമായ കർത്താവ്, ആ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഹൃദയപൂർവ്വം ഒരുങ്ങാം. നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, ഹൃദയ നൊമ്പരങ്ങൾ, ഭാരങ്ങൾ, ഇതുവരെ ആരോടും പങ്കുവെക്കാത്ത ഹൃദയത്തിൻ്റെ ഏകാന്തതകൾ, നമ്മുടെ രഹസ്യ പാപങ്ങൾ, അശുദ്ധി എല്ലാം ഇറക്കി വെക്കുവാൻ ഇതാ ഈശോ കടന്നു വരിക. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ആദരപൂർവ്വം മുട്ടുമേൽ നിൽക്കാം. ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുവാൻ സാധിക്കുന്നവർക്കെല്ലാം മുട്ടുമേൽ നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. മലാക്കി 4:2 നമ്മൾ കാണുന്നു, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു നീതി സൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ നിങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടും. നീതി സൂര്യനായ യേശു യെശയ്യാ 60:1 പറയുന്നില്ലേ, ഉണർന്ന് പ്രചോദിക്കുക, നിന്റെ പ്രകാശം വന്നു ചെയ്തിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇതാ ദൈവം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ആട്ടിടയന്മാരോട് അവിടുന്ന് പറഞ്ഞില്ലേ, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇന്ന് എഴുന്നള്ളി വരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒന്ന് ചേർന്ന് പാടി ആരാധിച്ച് ദിവ്യനാഥനെ ഏറെ സ്നേഹിച്ചവനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വീണമേ, എൻ മാറവീണമേ, എൻ ജീവശ്വാസമേ ആരാധന. മടം
രണ്ട് കരങ്ങളും ദിവികാന്യസനിലേക്ക് ഉയർത്തിപ്പാടാം. കരങ്ങളൊന്ന് വീശി ഈശോയെ നോക്കി ശിരസ് നമിച്ചവനെ ആദരപൂർവ്വം വണങ്ങിപ്പാടാം. ആരാധന 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 ഈശോയേ ആരാധന. കരങ്ങൾ ഉയർത്തി ആരാധന ഈശോ ആരാധന ഈശോയേ. പ്രിയമുള്ളവരെ, അവന്റെ സന്നിലേക്ക് ഇരുകരമുയർത്താം. മഹത്വത്തോടെ എഴുന്നള്ളി വന്ന രാജാതിരാജനായ യേശുവിൻ്റെ സവിധത്തിൽ നമ്മുടെ ജീവനും ജീവിതവും പൂർണ്ണമായി അടിയറവെച്ച് ദിവ്യകാരുണ്യത്തെ നോക്കി ഈശോയെ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹൃദയം നുറുങ്ങിയവനെന്ന് വിളിക്കാമോ? ആദരം തുറന്നൊന്ന് വിളിക്കാമോ? ഈശോയെ വിളിക്കാമോ? ഈശോയെ എന്നെ ഈശോയെ ഈശോയെ ആരാധന ആരാധന. രക്ഷകനേ എന്നാശ്രയമേ എന്നാലംബം നീ മാത്രമേ. എൻ്റെ രക്ഷകനേ കരങ്ങൾ ഉയർത്തി വീശി മലഹമരോട് ചേർന്ന് എല്ലാ മഹത്വവും യേശുവിന് കൊടുത്ത് ആരാധന 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 ഈശോയേ ആരാധന. ചേർന്ന് പാടാം. അതരങ്ങൾ തുറന്ന് ഈശോയേ എന്നാനന്ദമേ എന്നാഹ്ലാദമേ എന്നാത്മാവിൻ ആഘോഷമേ. എല്ലാവരും ചേർന്ന് കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന 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 ഈശോയേ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരാധന 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 ഈശോയേ. ചേർന്ന് വിളിക്കുക ആരാധന 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 ഈശോയേ ആരാധന 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 ഈശോയേ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന രീതി സ്വരം ഉയർത്തി അത്തരം തുറന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല മല ഹല മല ഹല മല ഹല ഹല. കെട്ടുകിട പൊട്ടല്ല മക്കളെ, എല്ലാ മക്കളും സ്വരം ഉയർത്തി അത്തരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ തൊടുകയില്ല. ഈ വചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ഹല മല ഹല മല ഹല മല ഹല 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 ഹല.
സങ്കീർത്തനം 91:10 നിനക്കൊരു തിന്മയും വരിയിൽ ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുകയില്ല. ഈ വചനശക്തി വ്യാപരിക്കട്ടെ, സകല കുടുംബങ്ങളുടെ വ്യാപരിക്കട്ടെ. ഹലമല ഹലമല ഹല 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 ഹല. എഫെസോസ് 6:10 ആകയാൽ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള പ്രഭാവത്തിന് കരുത്താർജിക്കുവാൻ, സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുവാൻ ദൈവത്തിന് എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ ഈ വചന ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഹലമല ഹലമല മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ അവർ സംസാരിക്കും. 2 കരങ്ങളും കൂടി ഉയർത്തി വചന ശക്തിയാൽ ഓരോ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹലമല 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 ഹലമല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കുടുംബങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവിന്റെ വചനം പറയുന്നു, അന്ന് സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഇന്ന് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ കേട്ട ഓരോ വചനങ്ങളും 30 പേരെയും 60 പേരെയും 100 പേരെയും ഫലം പുറപ്പെടുവിക്കട്ടെ. ഞങ്ങൾ അർപ്പിച്ച വിശുദ്ധ കുർബാന, ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകൾ ഈ സമയം 2 കരങ്ങൾ തുറന്ന് യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. പല പ്രകാരത്തിലും ഞങ്ങൾ ഈ നാളിതുവരെയും ശല്യപ്പെടുത്തിയ, പ്രലോഭിപ്പിച്ച് കഷ്ടപ്പെടുത്തിയ പിശാചിനെയും അവന്റെ ദൂതന്മാരെയും ഈ സമയം ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിൽ നിന്നും ആത്മാവിലും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ആട്ടി പുറത്താക്കുന്ന സമയമാ. 2 കരങ്ങൾ ഉയർത്താ മക്കളെ. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. തിന്മകൾ വിട്ടുപോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശു നാമത്തെ നാം കൽപ്പിക്കാൻ പോവുകയാണ്. 2 കരങ്ങൾ ഉയർത്തി യേശുവേന്ന് വിളിച്ചുണരട്ടെ. യേശുവേ 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 യേശുവേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. 2 കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, 1-ാം പ്രമാണ ലംഘനത്തിലൂടെ ഞങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന, കുടുംബത്തിലേക്ക് കടന്നു വന്ന പാപശാപ ബന്ധനങ്ങളെ, കുരുക്കളെ കർത്താവായ യേശുവിന്റെ കുരിശ് ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, എപ്പോഴെങ്കിലും സത്യ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും അന്യ ദൈവാരാധന നടത്തിയിട്ടുണ്ടെങ്കിൽ, മന്ത്രപരമായ കാര്യങ്ങൾ ഭവനത്തിന് ചുറ്റുമായോ ശരീരത്തിന് ചുറ്റുമായോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ രോഗസൗഖ്യത്തിനായി, സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി, ശത്രു സംഹാരത്തിന് വേണ്ടി ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ആത്മാവിലേക്കും ശരീരത്തിലേക്കും മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും യേശു നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിക്കാം. 2 കരങ്ങൾ ഉയർത്താ മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. 1-ാം പ്രമാണ ലംഘനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ അരൂപികളെ യേശു നാമത്തിന് ശക്തിയാൽ, യേശു വചനത്തിന് ശക്തിയാൽ, യേശുവിന്റെ തിരുരക്തത്തിന് ശക്തിയാൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ മരണത്തെ ജയിച്ചവനെ, കരങ്ങളടിച്ച് മരണത്തെ ജയിച്ചവനെ,
ഈശോയേ മരണത്തെ ജയിച്ചവനേ ഈശോയേ മരണത്തെ ജയിച്ചവനേ. ഞാനും എന്റെ കുടുംബവും രണ്ട് കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും കുടുംബങ്ങൾ ലഹരി പിശാചുകൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ലഹരി പിശാചിന് അടിമപ്പെട്ട ജീവിതങ്ങൾ ദിവ്യകാരണത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മദ്യപാനം, പുകവലി, ഹാൻഡ്സ്, മുറുക്ക്, പാൻപരാഗ്, മയക്കുമരുന്ന്, ഏതെല്ലാം രീതിയിലുള്ള തിന്മയുടെ അരൂപികൾ, ലഹരി വസ്തുക്കൾ നമ്മളെയോ നമ്മുടെ കുടുംബത്തെയോ മക്കളെയോ അവരുടെ ജീവിതങ്ങളെയോ വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവയിലൂടെ ശരീരവും മനസ്സും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പിശാചിന് അടിമപ്പെട്ട ജീവിതങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ, എത്രയോ കുടുംബങ്ങളെ തോരാത്ത കണ്ണുനീര കർത്താവേ ഈ സമയം നിന്റെ മുമ്പിൽ വീണുകൊണ്ടിരിക്കുന്ന ഈ പൈശാചി ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വിടുതൽ ലഭിക്കാൻ, മക്കൾക്കൊരു വിമോചനം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ശരീരവോ മനസ്സോ ആത്മാവോ ഏതെങ്കിലും വിധത്തിൽ ലഹരി പിശാചിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ അങ്ങയുടെ നാമത്തിൽ വിടുതൽ ലഭിക്കുമോ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ രണ്ട് കരങ്ങൾ ഉയർത്താം മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിന് ശക്തിയാ, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാ, തിരുരക്തത്തിന്റെ യോഗ്യതയാ ഈ മക്കളെ അവരുടെ ജീവിതങ്ങളെ ശരീരത്തെ മനസ്സിലെ ആത്മാവിനെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ലഹരി പിശാചിന്റെ അടിമത്തങ്ങൾ യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. വീര്യമാകട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ മരണത്തെ ജയിച്ചവനേ ഈശോയേ മരണത്തെ ജയിച്ചവനേ ഈശോയേ മരണത്തെ ജയിച്ചവനേ. ഞാനും എന്റെ കുടുംബവും ഈശോയേ മരണത്തെ ജയിച്ചവനേ. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ചു. കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഈശോയേ ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അധരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ആറാം പ്രമാണ ലംഘനത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ ശക്തികൾ, തിന്മയുടെ സ്വാധീന വലയങ്ങളിൽ വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വ്യഭിചാര ദുർബോധം വലയപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ, സ്വയം ഭോഗം, സ്വവർഗ ഭോഗം, വ്യഭിചാര കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കൽ, തെറ്റായ പ്രേമബന്ധങ്ങൾ, അശ്ലീല സംഭാഷണങ്ങൾ, TV, സിനിമ, സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം തിന്മകൾ കടന്നു വന്നിരിക്കുന്ന അവസ്ഥ. ഈ തിന്മകൾ കണ്ട് ശരീരവും മനസ്സും ആത്മാവും എല്ലാം അതിന്റെ അടിമത്തത്തിലായിരിക്കുന്ന അവസ്ഥ. കണ്ണിലൂടെ കടന്നു വന്നിരിക്കുന്ന അടിമത്തം, കാതിലൂടെ കടന്നു വന്നിരിക്കുന്ന അടിമത്തം, നാവിലൂടെ കടന്നു വന്നിരിക്കുന്ന അടിമത്തം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന അടിമത്തം. ഈ തിന്മയുടെ ദുർബോധങ്ങളിൽ നിന്ന് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കോ മക്കളെ. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. കണ്ണടച്ചാൽ നഗ്നത, കണ്ണു തുറന്നാൽ നഗ്നത. എപ്പോഴും തിന്മയുടെ സ്വാധീന വലയങ്ങൾ, വ്യഭിചാര ദുർബോധം വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ. ഈ തിന്മയുടെ സ്വാധീന വലയങ്ങളിൽ നിന്ന് ഈ മക്കൾക്ക് വിടുതൽ ലഭിക്കുവാൻ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന് ശക്തിയാൽ, വചനത്തിന് ശക്തിയാൽ, യേശുവിന്റെ തിരുരക്തത്തിന് യോഗ്യതയാൽ, പൗരോഹിത്യ വരകളാൽ ഈ മക്കളെ വലയം ചെയ്ത് തിന്മയുടെ രൂപങ്ങളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിർവീര്യമാകട്ടെ. വിളിച്ചുണരട്ടെ. യേശുവേ ഈശോയേ മരണത്തെ ജയിച്ചവനേ ഈശോയേ മരണത്തെ ജയിച്ചവനേ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. എല്ലാവരും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു. ബന്ധനമടിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. രണ്ട് കരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിക്കുക മക്കളെ.
അനേകം വ്യക്തികളുടെ ജീവിതത്തെ ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലയാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മേഖലകൾ. ഏതെങ്കിലും വ്യക്തികൾ ഈ സമൂഹത്തിൽ ജീവിത പങ്കാളിയോട് വെറുപ്പുള്ളവർ, മക്കളോട് വെറുപ്പുള്ളവർ, മാതാപിതാക്കളോട് വെറുപ്പുള്ളവർ, വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ സമയം യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. അനേകം ജീവിതങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേരുകൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതക. കൊലപാതകത്തിന് സദൃശമായ പാപമാണ് മക്കളെ വെറുപ്പ് എന്നുള്ളത്. ഈ വെറുപ്പ് എന്ന് മോചനം കിട്ടി സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകങ്ങളാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷെ ചില വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭിന്നിപ്പിന്റെ ദുരാത്മാവ് വിട്ടുപോകാത്ത അവസ്ഥ, വെറുപ്പിന്റെ ദുരാത്മാവ് വിട്ടുപോകാത്ത അവസ്ഥ, പകയുടെ ദുരാത്മാവ് വിട്ടുപോകാത്ത അവസ്ഥ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അനേക കുടുംബങ്ങൾ ഈ തിന്മയുടെ ശക്തിയിൽ വിട്ടുപോകാത്തതിന് കാരണം ഈ വെറുപ്പിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും പേരുകളാണ്. യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. ഈ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് മരിച്ചുപോയവരോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ചിലർ പറഞ്ഞ വാക്കുകൾ കാരണം ആർക്കെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. ഇതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ തങ്ങളുടെ കൗമാരത്തിൽ വിശുദ്ധിയുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിച്ചവരോട്, കുടുംബജീവിതത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമയം യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. കള്ളക്കേസിൽ പ്രതിയാക്കിയ വ്യക്തികളോട് ക്ഷമിക്കാനുള്ളവർ, അതുപോലെ തന്നെ പണം അപഹരിച്ചിരിക്കുന്നവരോട് ഈ മേഖലയൊക്കെ ക്ഷമിക്കാനുള്ള വ്യക്തികളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്താ മക്കളെ. ഭിന്നിപ്പിന്റെ ദുരാത്മാവ് വിട്ടുപോകാൻ, വെറുപ്പിന്റെ ദുരാത്മാവ് വിട്ടുപോകാൻ, പകയുടെ ദുരാത്മാവ് വിട്ടുപോകാൻ രണ്ട് കരം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചുടരട്ടെ. യേശുവേ 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 മരണത്തെ ജയിച്ചവരേ ഈശോയേ, മരണത്തെ ജയിച്ചവരേ ഈശോയേ, മരണത്തെ ജയിച്ചവരേ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. കരങ്ങളടിച്ച് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. കരങ്ങൾ ഉയർത്തിയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിളിക്കുക മക്കളെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. എല്ലാവരും ചേർന്ന് യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക മക്കളെ. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ ആത്മാക്കളെ നമ്മുടെ മനസ്സിൽ നമുക്ക് കണ്ട് പ്രാർത്ഥിക്കുക മക്കളെ. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മുമ്പേ മരണമടഞ്ഞവർ ഗൗരവമായ പാപം ചെയ്ത് പരിഹാരം ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവർ ചെയ്ത പാപത്തിന്റെ പരിണത ഫലങ്ങൾ തലമുറകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു വിടുതൽ വിമോചനം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. നമ്മുടെ ഭവനങ്ങളിൽ ഭ്രൂണഹത്യകൾ നടന്നിട്ടുണ്ടെങ്കിൽ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം ഇറ്റിറ്റ് വീണിട്ടുണ്ടെങ്കിൽ, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം തുടങ്ങിയ മാരകമായ പാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നീ പ്രാർത്ഥിച്ചോ മക്കളെ. അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോ. കൊലപാതകം, ആത്മഹത്യ, സമർപ്പിതരുടെ കണ്ണുനീർ, വൈദികർ, വചനം പ്രഘോഷിക്കുന്നതിനെതിരായി നീ കരമുയർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ അഭിഷേകത്തിന് തൊട്ടുപോകരുത് എന്ന് വചനം പറയുക. ഈ പാപങ്ങളുടെ അനന്തര ഫലമാണ് നിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിടുതലും വിമോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ മക്കളെ. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താ മക്കളെ. നിന്റെ കുടുംബത്തിൽ മരണമടഞ്ഞിരിക്കുന്ന 7 തലമുറകളെ മനസ്സിൽ കണ്ടുകൊണ്ട് 7 പ്രാവശ്യം യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന നിന്റെ കുടുംബാംഗങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. വിശ്വസിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരമുയർത്തി വിളിച്ചു വരട്ടെ. യേശുവേ ഈശോയേ, മരണത്തെ ജയിച്ചവരേ ഈശോയേ, മരണത്തെ ജയിച്ചവരേ. ഞാനും എൻ്റെ കുടുംബ
കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. എല്ലാവരും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. കരങ്ങൾ ഉയർത്തിയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ. ഒന്ന് ചേർന്ന് യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ. രണ്ട് കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. മൂലപാപത്തിന്റെ ബന്ധനത്തിലായിരിക്കും ജീവിതങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഹങ്കാരം, അസൂയ, മോഹം, കോപം, കൊതി, അലസത, ദ്രവ്യാസക്തി, ഈ ബന്ധനത്തിലായിരിക്കും ജീവിതങ്ങൾക്കൊരു മോചനം നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചോ മക്കളെ. ഇതുപോലെ ചില അഡിക്ഷൻ ആയിരിക്കുന്ന മക്കൾ, ടി വിക്ക് അഡിക്ഷൻ ആയിരിക്കുന്നു, ഫേസ്ബുക്കിന് സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്ഷൻ ആയിരിക്കുന്ന അവസ്ഥ, അതുപോലെ ആഭരണങ്ങൾക്ക് അഡിക്ഷൻ ആയിരിക്കുന്ന അവസ്ഥ, വസ്ത്രത്തിന് അഡിക്ഷൻ ആയിരിക്കുന്ന അവസ്ഥ, ഒരു വിടുതലും വിമോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കാരണത്തിൽ നമ്മൾ അടിമകളായിട്ടുണ്ടെങ്കിൽ ഈ സമയം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ നമുക്ക് വിടുതൽ ലഭിക്കാൻ പോകുന്ന സമയമാ. യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ പോകുന്ന സമയമാ. നമ്മൾ പിശാചിന്റെ സന്തതിയല്ല, ഈശോയുടെ സന്തതിയാ. രണ്ട് കരങ്ങൾ ഉയർത്താൻ മക്കളെ. മൂലപാപങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ സ്വാധീന വലയങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി രണ്ട് കരങ്ങൾ അങ്ങോട്ട് ഉയർത്തി യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ഈശോയേ, മരണത്തെ ജയിച്ചവനേ, യേശുവേ ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. എല്ലാവരും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. കരങ്ങൾ ഉയർത്തിയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. യേശുവേ ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ മക്കളെ. നമ്മുടെ കുടുംബത്തെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഓ എൻ്റെ കർത്താവേ, ഏതെല്ലാം കുടുംബങ്ങളിലാണോ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നത്, സംശയത്തിൻ്റെ വേരുകൾ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ, വിവാഹമോചനത്തിന് പടിയിലെത്തിയിരിക്കുന്ന അവസ്ഥ, എന്നും കുടുംബത്തെ പ്രശ്നം, സമാധാനമില്ലാത്ത അവസ്ഥ, ഈ കുടുംബങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, കൂദാശ ജീവിതം ഇല്ലാത്ത അവസ്ഥ, ഈ അവസ്ഥകളൊക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. പോലെ ചില കുടുംബങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. എന്നും രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, മാരകമായ രോഗങ്ങൾ, എത്ര മരുന്ന് കഴിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത അവസ്ഥകൾ, ഒന്നിന് പുറകെ ഒന്നായി കുടുംബത്തിൽ ആരെങ്കിലും രോഗികൾ സമ്പാദിച്ച മുഴുവൻ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കാനേ പറ്റുന്നുള്ളൂ. ചില വ്യക്തികളും ചില കുടുംബത്തിൽ കാണാൻ സാധിക്കും, ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, തളർന്നു കിടക്കുന്ന വ്യക്തികൾ, വാർദ്ധക്യ സഹജമായ രോഗത്തിന് പിടിയിൽ അമർന്നിരിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഏതെല്ലാം രീതിയിൽ രോഗപീഠകളുടെ മേൽ ഈ കുടുംബങ്ങളെല്ലാം വലയം ചെയ്തിട്ടുണ്ടോ, കർത്താവിൻ്റെ ശക്തി ഈ സമയം വ്യാപരിക്കാൻ പോവുക. രോഗികളായ മക്കളിലേക്ക് കർത്താവിന് ശക്തി വ്യാപരിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവിന് ശക്തി വ്യാപരിക്കുന്നു. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം മക്കളെ. നിന്റെ ഭവനത്തിലുള്ള എത്ര വ്യക്തികളുണ്ടോ അത്രയും പ്രാവശ്യം യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ രോഗികളായ വ്യക്തികളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് സൗഖ്യത്തിനായി യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതമായ സൗഖ്യവും വിടുതലും നിന്റെ കുടുംബത്തെ സംഭവിക്കട്ടെ. വിളിച്ചുടരട്ടെ യേശുവേ. മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. എല്ലാവരും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റെ
യേശുവിൻ്റേത് കരങ്ങൾ ഉയർത്തി അടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. രണ്ട് കരകളെ യാചനാരംഭത്തെ തുറന്നു പിടിക്കുക മക്കളെ. നമ്മുടെ വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ, ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ, അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. വചനം പറയുന്നുണ്ട്, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് ഈ സമയം എല്ലാ തൊഴിൽ മേഖലകളെയും സമർപ്പിക്കുന്നു. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ജപ്തി നോട്ടീസുകളുമായി ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒന്നിനു പുറകെ ഒന്നായി കുടുംബത്തിൽ തകർച്ച മാത്രമേ ഉള്ളൂ. കർത്താവേ, ആരാധിക്കുമ്പോൾ സൗഖ്യവും വിടുതൽ ലഭിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങൾ വരുമാന വാക്യങ്ങൾ ഉയർത്തുന്നു. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിക്കോ മക്കളെ. കർത്താവിന്റെ വചനം പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭചിത്രമോ വന്ധ്യയോ നിങ്ങളുടെ ദേശത്തുണ്ടാവുകയില്ല. നിനക്ക് ദീർഘായുസ് ലഭിക്കുക. രണ്ട് കരം ഉയർത്തി യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ് മേഖലകൾ, നമ്മുടെ ജോലി മേഖലകൾ കർത്താവ് അനുഗ്രഹിക്കുന്ന രാത്രിയ വിളിച്ച മക്കളെ. യേശുവേ, 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 യേശുവേ. മരണത്തെ ജയിച്ചവരെ എല്ലാവരും ചേർന്ന ഈശോയേ, മരണത്തെ ജയിച്ചവരെ കരങ്ങളടിച്ച് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. ഒന്ന് ചേർന്ന് വിളിക്കുക. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. കരങ്ങൾ ഉയർത്തിയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിളിക്കുക മക്കളെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. രണ്ട് കരങ്ങളും യാചനാരംഭത്തെ തുറന്നു പിടിക്കുക മക്കളെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. വിവിധങ്ങളായ പരീക്ഷകൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, SSLC, +2 ബോർഡ് എക്സാമുകൾ, IELT, OET, യൂണിവേഴ്സിറ്റി എക്സാമുകൾ, ജർമ്മൻ എക്സാമുകൾ, വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അവിടെയൊക്കെ പരീക്ഷകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മക്കളുടെ ഉത്കണ്ഠകളൊക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു. പരീക്ഷ ഭയമുള്ള മക്കളെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ മക്കളെ. മാതാപിതാക്കൾ ഈ സമയം മക്കൾക്ക് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. നക്ഷത്രങ്ങൾ ഉയർന്നു നിൽക്കും, ഏത് കൂരിലും തിളങ്ങി നിൽക്കും. ദൈവമായ കർത്താവ് നിന്റെ മക്കളെ നോക്കിക്കൊണ്ട് പറയുക, നിന്റെ മക്കൾ നക്ഷത്രങ്ങളാ, ഉയർന്നു നിൽക്കും, ഏത് കൂരിലും തിളങ്ങി നിൽക്കും. കർത്താവേ, ഈ സമയം മക്കളെ ഓർത്ത് ഏതെങ്കിലും നൊമ്പരങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം കർത്താവിന്റെ സന്നിധിക്ക് സമർപ്പിച്ച്, ഏതെങ്കിലും രോഗപീഠകൾ മക്കളെ വലയം ചെയ്തെന്നുണ്ടെങ്കിൽ ഒന്നിനു പുറകെ ഒന്നാ രോഗപീഠകൾ, അലസത, പഠിക്കാൻ തോന്നാത്ത അവസ്ഥ, സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഏതെല്ലാം രീതിയിൽ കുഞ്ഞുങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക പീഡകളുണ്ടോ, ഈ സമയം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. പിശാചുബാധനായ ബാലന്റെ പിതാവ് യേശുവിന്റെ സവിധെ കടന്നു വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ പുത്രനെ അലിവ് തോന്നി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ആ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞു, കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസം ജ്വലിപ്പിക്കണമേ. ഈ സമയം രണ്ട് കരങ്ങൾ ഉയർത്താം. നമ്മുടെ മക്കളുടെ അവസ്ഥ മുഴുവൻ അറിയുന്ന മാതാപിതാക്കൾ കരമുയർത്തുക.
മക്കളുടെ പരീക്ഷകൾ, മക്കളുടെ അലസതകൾ, മക്കളുടെ കുറവുകൾ എല്ലാം കർത്താവിന്റെ സന്നിധിക്ക് ഉയർത്തിക്കും. മക്കളുടെ ജീവിതങ്ങളെ ബന്ധിച്ച് കെട്ടിയ തിന്മയുടെ അരൂപികൾ മാതാപിതാക്കളെ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമേ തന്നെ വിട്ടുപോകും. ഇരുകരമുയർത്തി വിളിച്ചുടരട്ടെ. യേശുവേ, 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 മരണത്തെ ജയിച്ചവനെ യേശുവേ, ഈശോയേ, മരണത്തെ ജയിച്ചവനെ കരങ്ങളടിച്ച് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. എല്ലാവരും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. കരങ്ങൾ ഉയർത്തിയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ഒന്ന് ചേർന്ന് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. യേശുവേ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. രണ്ട് കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിക്കുക. യുവതി യുവാക്കളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, യുവാവ് എങ്ങനെ തൻ്റെ മാർഗം നിർബലമായി കാത്തു സൂക്ഷിക്കും. കർത്താവിൻ്റെ വചനത്തിൽ വ്യാപരിച്ചുകൊണ്ട് തന്നെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധിയുള്ള യുവജനങ്ങൾ ഉണ്ടാവുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പാപത്തിൻ്റെ വഴി വിട്ടുപേക്ഷിക്കാനുള്ള കൃപ ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിവാഹപ്രായമായി 25, 30, 35 വയസ്സായി വിവാഹം നടക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന യുവതി യുവാക്കൾ, ഇതുപോലെ തന്നെ വിവാഹം വേണ്ടെന്ന് വെച്ച് നടക്കുന്നവർ, എത്ര പഠിച്ചിട്ടും ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, എത്രയോ ഇൻ്റർവ്യൂകളും ഈ മക്കൾ അപ്പിയർ ചെയ്തു, അവിടെയെല്ലാം പരാജയങ്ങളും തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, അതുപോലെ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കൾ, അന്ധകാരത്തെ ജീവിക്കുന്ന അവസ്ഥകൾ, ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ മുമ്പിൽ പല മക്കളുടെയും മുഖങ്ങൾ വരുന്നില്ലേ? നിന്റെ പ്രാർത്ഥന ആ മക്കളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും പോവുക. രണ്ട് കരങ്ങൾ ഉയർത്തണം മക്കളെ. 7 യുവജനങ്ങളെ കണ്ടുകൊണ്ട് 7 പ്രാവശ്യം യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. അധരം തുറന്ന് ഹൃദയം തുറന്ന് അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. അധരം തുറന്ന് ഹൃദയം തുറന്ന് യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമായ വിടുതൽ യുവതി യുവാക്കളുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളെ സംഭവിക്കട്ടെ. വിളിച്ചുടരട്ടെ. യേശുവേ എന്ന് വിളിക്കുക. അധരം തുറന്ന് വിളിക്കുക. ഹൃദയം തുറന്ന് വിളിക്കുക. വിളിച്ചേ. യുവതി യുവാക്കൾക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, മരണത്തെ ജയിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഒന്ന് ചേർന്ന് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. മുട്ടുകൾ കുത്തിക്കൊണ്ട് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. യേശുവേ, രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവിൻ്റെ തിരുരക്തം നമ്മെ സകല പാപങ്ങളിൽ മോചിപ്പിക്കുന്നു. വിദൂരസ്ഥരായ നമ്മളെ യേശുവിൻ്റെ തിരുരക്തം വഴി സമീപസ്ഥരാക്കി മാറ്റി. യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ കുടുംബങ്ങളെ കടി വിശുദ്ധീകരിക്കുന്ന സമയമാണ്. കുടുംബാംഗങ്ങളെ കടി വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ഓരോ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ.
ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. എല്ലാവരും ചേർന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഗെത്സമേ തോട്ടത്തിലൊഴുകിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് കൽത്തുറങ്കിലൊഴുകിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ചാട്ടവാറടി ഏറ്റപ്പോൾ ചിന്തിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഭാരമേറിയ കുരിശ് തോളിൽ വെച്ചപ്പോൾ ഒഴുകിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. വെറോനിക്കയുടെ തുവാലിയിൽ ഒപ്പിയെടുത്ത യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. തിരുത്തോളിലൂടെ ഒഴുകിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. തിരുവസ്ത്രങ്ങൾ ഉരിയപ്പെട്ടപ്പോൾ ചിന്തിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഗാഗുൽത്തായിൽ കുരിശുമേൽ ചൊരിഞ്ഞ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ആണികൾ അടിച്ചു കയറ്റിയപ്പോൾ ചിന്തിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. കുന്തത്താൽ തിരുഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ചിന്തിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. പരിശുദ്ധാമ്മയുടെ തിരുവസ്ത്രങ്ങളിൽ ചൊരിയപ്പെട്ട യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. സകല മനുഷ്യരെയും മോചനമായ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. പാപങ്ങൾ കഴുകിക്കളയുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. സാത്താന്റെ കോട്ടകളും ബന്ധനങ്ങളും തകർക്കുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. സാത്താന്റെ ആധിപത്യത്തിൽ ഞങ്ങളെ വീണ്ടെടുക്കുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഞങ്ങളെ സംരക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഒരിക്കലും വിലമതിക്കാനാവാത്ത യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും രക്ഷയായ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. സകല ബലിപീഠങ്ങളിലും ചിന്തപ്പെടുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. തിരുവോസ്തിയുടെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും മുറിവുണക്കുന്ന യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. ഗെത്സമേനി മുതൽ ഗാഗുൽത്താ വരെ ഞങ്ങൾക്കായി ചിന്തിയ യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. യേശുവിന്റെ തിരുരക്തം, ശക്തിയുള്ള തിരുരക്തം, വിടുതൽ തരും തിരുരക്തം, ശിരസ്സെന്ന് ഉള്ളങ്കാൽ വരെ അവിടെ തൊടുക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സകല മക്കളും മുദ്രിതരായി തീരട്ടെ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ 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 രണ്ട് കരങ്ങൾ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. കരങ്ങളടിച്ച് യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. എല്ലാവരും ചേർന്ന് യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. അശുദ്ധിയെല്ലാം മാറിയിടട്ടെ, വിശുദ്ധി എന്നിൽ നിറഞ്ഞിടട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. എല്ലാവരും ചേർന്ന് യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ്. വചനം പറയുന്നു, ആസന്നവനായ യാക്കോബ് തന്റെ വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ച് ജോസഫിന്റെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസപൂർവ്വം അനുഗ്രഹിച്ചു. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്.
കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സമയമാ. കർത്താവ് നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന സമയമാ. കർത്താവ് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന സമയമാ. രണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. യാക്കോബിനെ പോലെ മല്ലിട്ട് വിളിച്ച് പ്രാർത്ഥിക്കേ. അനുഗ്രഹിക്കുക കർത്താവെ, അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കാതെ എന്നെ വിടല്ലേ. യാക്കോബിനെ പോലെ മല്ലിട്ട് വിളിച്ച് പ്രാർത്ഥിക്കേ. അനുഗ്രഹിക്കുക കർത്താവെ, അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കാതെ എന്നെ വിടല്ലേ. രണ്ട് കരമുയർത്തി വിളിക്കുക മക്കളെ. യേശുവേ, 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 ഞങ്ങളെ ആശീർവദിക്കണമേ. യേശുവേ, യേശുവേ, തൊടണമേ. യേശുവേ, യേശുവേ, ശക്തി ഞങ്ങളെ അയക്കണമേ. യേശുവേ, 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 അനുഗ്രഹിക്കണമേ. യേശുവേ, അനുഗ്രഹിക്കണമേ. യേശുവേ, അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈശോ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈശോ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈശോ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചന പുസ്തകം 58 അധ്യായം 11 തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ഫലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും വറ്റാത്ത നീരുറ പോലെയുമായിരിക്കും നീ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.